ഹായ് മക്കളെ, 2024 നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ജെയ് മെയിൻ എഴുതി. പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചൊരു പേഴ്സൻറ്റേജിലേക്ക് എത്താനോ നിങ്ങൾ ആഗ്രഹിച്ചൊരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ എടുക്കാനോ കഴിയാതെ പോയ ആളുകളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഒരു വർഷം കൂടി റിപ്പീറ്റ് ചെയ്തുകൊണ്ട്, അതായത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് 2025 ജെയ് മെയിൻ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഏറ്റവും മികച്ച ഓപ്ഷൻ എന്ന് പറയുന്നത്, ഏറ്റവും മികച്ച ചോയ്സ് എന്ന് പറയുന്നത് ഓൺലൈൻ റിപ്പീറ്റർ പ്രോഗ്രാമാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് വളരെ കൃത്യമായി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഓൺലൈൻ റിപ്പീറ്റർ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓൺലൈൻ ആണ് എന്ന് പറയുന്നതിന് പുറകിലുള്ള രഹസ്യം എന്താണ് എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്ലെക്സിബിലിറ്റിയാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചുകൊണ്ട്, നിങ്ങളുടെ സമയം അനുസരിച്ചുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ക്ലാസ്സുകൾ കാണാം, പഠിക്കാം എന്നുള്ളതാണ് ഓൺലൈൻ റിപ്പീറ്റർ പ്രോഗ്രാമിൻ്റെ ഏറ്റവും മികച്ച വശം എന്ന് പറയുന്നതിൽ ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും മെറ്റീരിയലുകൾ ആക്സസ് ചെയ്യാം. കാരണം ആപ്പിൾ ഈ പറയുന്ന സ്റ്റഡി മെറ്റീരിയലുകളെല്ലാം, ക്ലാസ്സുകളാണെങ്കിലും സ്ലൈഡുകളാണെങ്കിലും നിങ്ങളുടെ എക്സാമുകളാണെങ്കിലും എല്ലാം ഏത് സമയത്ത് വേണമെങ്കിലും, ഇപ്പോൾ രാത്രി 12 മണിക്ക് വേണമെങ്കിൽ പോലും നിങ്ങൾക്കത് അവൈലബിൾ ആയിരിക്കും എന്നുള്ള വലിയ ഒരു അഡ്വാൻറ്റേജ് ഓൺലൈൻ റിപ്പീറ്റർ പ്രോഗ്രാമിനുണ്ട്. അതൊരിക്കലും നമുക്ക് ഒരു ഓഫ്ലൈൻ റിപ്പീറ്റർ പ്രോഗ്രാമിന്, ഒരു ക്ലാസ് റൂം പ്രോഗ്രാമിന് ഒരിക്കലും നിങ്ങൾക്ക് നൽകാൻ കഴിയാത്തൊരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ ആണെന്ന് വിചാരിച്ച് ക്ലാസ്സുകളുടെ ക്വാളിറ്റിയിൽ നമ്മൾ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ചെയ്യുന്നില്ല. മാത്രമല്ല, നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഒരേ ക്ലാസ് തന്നെ ഒന്നിലധികം ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കുന്നുള്ള വലിയൊരു ഗുണമുണ്ട്. ഇപ്പോൾ ഒരു ഫാക്കൽറ്റി എടുക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ രീതിയിൽ ആ ക്ലാസ് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഫാക്കൽറ്റി എടുത്ത ക്ലാസ് അതേ ആപ്പിൽ അവൈലബിൾ ആണ്, അതേ ചാപ്റ്ററിൻ്റെ അതേ കൺസെപ്റ്റ്, അതേ ടോപ്പിക്. ഒരു ഓഫ്ലൈൻ ക്ലാസ് റൂമിൽ ഒരിക്കലും നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കില്ല എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, ക്ലാസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം എന്നതിനൊപ്പം ഇപ്പോൾ ചില ടോപ്പിക്കുകൾ നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ആ ടോപ്പിക്കിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് വേണ്ട. ഒരു ഓഫ്ലൈൻ ക്ലാസ് റൂമിലാവുമ്പോൾ നമുക്ക് ആ ക്ലാസ്സുകൾ കൂടി അറ്റൻഡ് ചെയ്യേണ്ടി വരില്ല, ഒരിക്കലും നമുക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ ഓൺലൈൻ റിപ്പീറ്റർ പ്രോഗ്രാമിൻ്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത ടോപ്പിക്കുകൾ, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ കോൺഫിഡൻ്റ് ആണ് എന്ന് തോന്നുന്ന ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ നിങ്ങൾ കാണേണ്ടതില്ല. നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കുകൾ മാത്രം, ആ കൺസെപ്റ്റുകളുടെ ക്ലാസ്സുകൾ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ആ സമയം നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ സെൽഫ് ലേണിങ്ങിന് വേണ്ടി ഉപയോഗപ്രദമാക്കാം എന്നുള്ളൊരു കാര്യം കൂടി അവിടെയുണ്ട്. കാരണം നമ്മളൊരു കോമ്പറ്റീറ്റീവ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എത്രത്തോളം കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്ട്രാ സ്വയം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും എന്നൊരു യാഥാർത്ഥ്യം ഒരു കോമ്പറ്റീറ്റീവ് പരീക്ഷ, ജെയ് പോലെ ഒരു കോമ്പറ്റീറ്റീവ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്നതിൻ്റെയോ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെയോ യാതൊരു പ്രഷറോ സ്ട്രെസ്സോ ഒന്നുമില്ലാതെ എൻജോയ് ചെയ്തുകൊണ്ട് എൻ്റർടൈനിങ് ആയി നിങ്ങളുടെ വീട്ടിലിരുന്ന്, വീടിൻ്റെ കംഫേർട്ട് സോണിലിരുന്ന് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് ക്ലാസ്സുകൾ കാണാമെന്നത് മറ്റൊരു അഡ്വാൻറ്റേജായി എടുത്തു പറയേണ്ടതുണ്ട്. നിങ്ങളൊരു ഓൺലൈൻ റിപ്പീറ്റർ പ്രോഗ്രാമിൻ്റെ ഭാഗമാകുമ്പോൾ, ഒരു ഓൺലൈൻ റിപ്പീറ്റർ പ്രോഗ്രാമിൻ്റെ ഭാഗമാകുമ്പോൾ ഡൗട്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ലൈവ് ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഡൗട്ടുകളെല്ലാം ലൈവ് ക്ലാസ്സുകളിൽ ഫാക്കൽറ്റിയിൽ നിന്ന് നേരിട്ട് എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്തെടുക്കാം. അതല്ല, ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ഡൗട്ടുകളെല്ലാം ആസ്ക് ഡൗട്ട് എന്ന് പറയുന്ന ഓപ്ഷനുകളിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിനൊപ്പം നമ്മളൊരു കോമ്പറ്റീറ്റീവ് പരീക്ഷയ്ക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലേ? 10 ലക്ഷത്തിലധികം ആളുകൾ മത്സരിക്കുന്ന വലിയൊരു കോമ്പറ്റീറ്റീവ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സാമുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ നമുക്ക് എക്സാമുകൾ എഴുതാനുള്ള സൗകര്യം ഓൺലൈൻ റിപ്പീറ്റർ പ്രോഗ്രാമിലുണ്ട്. പക്ഷേ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഏറ്റവും പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ഓൺലൈൻ റിപ്പീറ്റർ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. നിങ്ങളൊരു സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരാളല്ലേ? നിങ്ങളൊരു സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളല്ലേ? ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളല്ലേ? അങ്ങനെയുള്ള ഒരാൾക്കാണ് എപ്പോഴും ഓൺലൈൻ റിപ്പീറ്റർ പ്രോഗ്രാം ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇത്രയൊക്കെ ചേരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സൈലത്തെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, സൈലത്തിന്റെ ഓൺലൈൻ റിപ്പീറ്റർ പ്രോഗ്രാമാണ് ശരിക്കും ധീര 2.0 ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഓൺലൈൻ റിപ്പീറ്റർ പ്രോഗ്രാമിൽ സൈലത്തിന്റെ ധീര 2.0 ബാച്ചിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു ഓഫ്ലൈൻ പ്രോഗ്രാമിന് നമ്മളെപ്പോഴും ലക്ഷങ്ങൾ ഒരു വർഷം ചെലവാക്കേണ്ടി വരുമ്പോൾ സൈലത്തിന്റെ ധീര 2.0 വെറും 17,700 രൂപ മാത്രമാണ് ഒരു വർഷത്തേക്ക് നിങ്ങൾ ചെലവാക്കേണ്ട ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 17,700 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ 2024 ജെയ് മെയിനിന്റെ സ്കോർ ഗംഭീരമായുള്ള സ്കോറായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതനുസരിച്ചുള്ള സ്കോളർഷിപ്പുകൾ ഒരുപാട് ഈ ഫീസിൽ തന്നെയുണ്ട്. ആ സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് എല്ലാം വളരെ കൃത്യമായി നമ്മുടെ ചാനലിൽ പല വീഡിയോകളിലായി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ജെയ് മെയിനിന്റെ സ്കോർ അനുസരിച്ചുള്ള സ്കോളർഷിപ്പുകൾ എത്രയാണെന്നുള്ളത്. അപ്പോൾ വീണ്ടും ഫീസ് താഴേക്ക് വരും. അപ്പോൾ 17,700 രൂപ എന്ന് പറയുന്ന എമൗണ്ട് തന്നെ കുറവാണ്, നിങ്ങൾക്കറിയാം. ഇനി ഇതിൽ തന്നെ
2024 ജെയ് മെയിനിലെ നിങ്ങളുടെ സ്കോർ അനുസരിച്ചുള്ള സ്കോളർഷിപ്പുകളും അവൈലബിൾ ആണ്. സ്കോളർഷിപ്പായി ബന്ധപ്പെട്ട വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം സൈലത്തിൻ്റെ ജീനിയസ് ചാനൽ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാം. അതനുസരിച്ച് നിങ്ങളുടെ സ്കോളർഷിപ്പ് എത്രയാണ് നിങ്ങൾക്ക് നേരത്തെ അറിയാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുവരെയായിട്ടും 2025 ജെയ് മെയിനിന് വേണ്ടി ഒരു റിപ്പീറ്റ് ചെയ്യണോ എന്ന കൺഫ്യൂഷനിലാണ് നിങ്ങളെങ്കിൽ, ഒരു തീരുമാനമെടുക്കാൻ ഇപ്പോഴും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലാത്ത ഒരാളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് സൈലത്തിൻ്റെ ധീര 2.0 ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക. സീറ്റുകൾ ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സുകൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ക്ലാസ് റൂമിൽ വെച്ച് കാണാം. 2025 ജെയ് മെയിൻ നമ്മൾ ക്രാക്ക് ചെയ്തിരിക്കും. അത് നമുക്കുള്ളതാണ്. ഞങ്ങളെല്ലാവരും നിങ്ങൾക്കൊപ്പം ഉണ്ട്.